അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ 13 പേരാണ് മരിച്ചത്. 20-ലധികം ആൾക്കാരെ കുട്ടികളെ കാണാനില്ല, 20 കുട്ടിയിലധികം കുട്ടികളെ കാണാനില്ല എന്ന വാർത്ത വരുന്നുണ്ട്. ടെക്സസിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം റദ്ദാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കുന്നുവെന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മധു കൊട്ടാരക്കര തത്സമയം ചെയ്യുന്നു. മധു, ശരിക്കും ഓർക്കാപ്പുറത്ത് വലിയൊരു പ്രളയമാണല്ലോ വന്നിരിക്കുന്നത്. ടെക്സസിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം അത് ഏറ്റവും വലിയ തോതിൽ ആഘോഷിപ്പിക്കുന്ന ഒരു ദിവസമാണ് ജൂലൈ 4. ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കിടയിലാണ് ടെക്സസിൽ നിന്നുള്ള ഈ സങ്കടകരമായ വാർത്ത നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ടെക്സസിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് കിഴക്ക് കൗണ്ടിയിലാണ് ഈ വെള്ളപ്പൊക്കം മൂലം ഉണ്ടായ ഈ ജീവൻ നഷ്ടപ്പെടുന്ന ഈ സാഹചര്യമെല്ലാം ഉണ്ടായത്. ഏതാണ്ട് 13 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 10ഓളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പലരുടെയും മൃതദേഹങ്ങൾ ഒഴുകിപ്പോയ നിലയിലും അതുപോലെ ഈ വാഹനങ്ങൾ ഒഴുകിപ്പോയി അതിൽ നിന്നൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് ഇവിടെ ഒരു പെൺകുട്ടികൾക്കായിട്ടുള്ള ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ 20ഓളം പെൺകുട്ടികൾക്കായി കാണാതായി. അവർക്കായിട്ടുള്ള തെരച്ചിൽ വളരെ ഊർജിതമായിട്ട് നടക്കുകയാണ്. ഓൾ ഗേൾസ് ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പായിരുന്നു ഇത്. പകൽ ഏതാണ്ട് 750ഓളം പേർ ഈ ക്യാമ്പിൽ പങ്കെടുത്തതായിട്ടും ഉള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഊർജിതമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 18 ഹെലികോപ്റ്ററും 500ഓളം അഗ്നിശമന സേനാംഗങ്ങളും അതുപോലെ പോലീസും ഒക്കെ ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. എസ്കൻ, ഈ കാലാവസ്ഥാ വ്യതിയാനമായിരിക്കാം 24 മണിക്കൂറിനുള്ളിൽ 15 ഇഞ്ചോളം മഴയാണ് ഈ പ്രദേശത്ത് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സമീപത്തെ നദിയിലുമൊക്കെ വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും പിന്നെ ഈ പ്രദേശം ആകെ വലിയ തോതിൽ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. വൈറ്റ് ഹൗസിൽ നിന്ന് US പ്രസിഡന്റ് ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ട സഹായങ്ങൾ ഈ സംസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായിട്ട് ഗവൺമെന്റ് ഡാൻ പാട്രിക് പറയുകയും ചെയ്തിട്ടുണ്ട്. എസ്കേൻ. താങ്ക് യു മധു കൊട്ടാരക്കര.